ന്യൂസിലാൻഡിലെത്തിയിട്ട് എന്നോട് ആരും ഇതുവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മേ ബി നിങ്ങളോടും. എന്താണ് ജൂറി ഡ്യൂട്ടി? ക്രിമിനൽ കേസിൽ നമ്മൾ വിധി പറയാൻ സഹായിക്കുക, അതാണ് ജൂറി ഡ്യൂട്ടി. ആദ്യം നിങ്ങൾക്ക് കോർട്ടിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നതാണ്. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ കോർട്ടിൽ പോയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓരോ കേസ് പോലെ നമ്മളെ ജൂറി ഡ്യൂട്ടി നമുക്ക് നീണ്ടു പോകും. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കേസ് 3 ദിവസമോ 5 ദിവസമോ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ച വരെ എടുക്കാം അത് തീരാൻ വേണ്ടി. അപ്പോൾ അതുവരെ നമ്മൾ എന്തായാലും ഡെയിലി കോർട്ടിൽ പോകേണ്ടി വരും. ഏകദേശം 50ഓ 100ഓ പേർക്ക് വരെ ഒരുമിച്ച് ഇൻവിറ്റേഷൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് 12 പേരെയാണ് ഇവർ സെലക്ട് ചെയ്യുക. വൺസ് 12 പേരിൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ള കേസ് മൊത്തം കേൾക്കണം. അതിൻ്റെ വാദിയുടെയും പ്രതിഭാഗത്തിൻ്റെയൊക്കെ മൊത്തം തീരുമാനങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ വിധി അറിയിക്കുക. ഈ 12 പേരിൽ 10 പേരുടെ വിധി ഏകദേശം സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഹങ് ജൂറി എന്ന് പറഞ്ഞിട്ട് സംഭവത്തിലേക്ക് പോകും. അപ്പോൾ വീണ്ടും ട്രയൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ന്യൂസിലാൻഡിൽ PR പോലും വേണ്ട, ജസ്റ്റ് റെസിഡൻറ്റ് വിസയുള്ളവർക്ക് വരെ വോട്ടവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾ വോട്ടവകാശത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ലെറ്റർ വരാം. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സംഗതിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ന്യൂസിലാൻഡിലെ വ്യത്യസ്തമായ വിശേഷങ്ങൾക്ക് വേണ്ടി ഈ ചാനലായ കിൻസി ഫോട്ടോഗ്രാഫി എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കില്ല. വീണ്ടും കാണുന്നവരെ ബൈ.